ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് അടിപൊളി കിടിലമായ മുട്ട റോസ്റ്റാണ്. മുട്ട റോസ്റ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതായത് ഇനി ആർക്കും ഇഷ്ടപ്പെടാത്തതില്ല. മുട്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയാൽ നമുക്ക് അടിപൊളി പൊറോട്ട വാങ്ങിക്കൊണ്ടുവരിക, മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക, കഴിക്കുക. ചപ്പാത്തി അതുപോലെ പത്തിരി എന്ത് സാധനത്തിൽ കൂടി നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ആ മുട്ട റോസ്റ്റിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മുട്ട, വലിയ ഉള്ളി, കുരുമുളക് പൊടി, സാദാ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ഉപ്പ്, കറുവേപ്പിലൻ്റെ ഇല. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ഏതെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊരു 4 ടേബിൾ സ്പൂൺ വീതം ഒഴിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. അപ്പോൾ എങ്ങനെ എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമണമൊക്കെ നന്നായി പോയി. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 4 സബോള നൈസായി അരിഞ്ഞതാണ്. ഇനി ഈ സബോള നല്ല പോലെ ഗോൾഡൻ കളറാവണം, അത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി അങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 3 തണ്ട് കറുവേപ്പില എടുത്തിട്ടുണ്ട്, ഊരിയിട്ട് കൊടുക്കാം. വൃത്തിയായി കഴുകിയതാണ്. ഇനി നല്ല ഒന്ന് ഗോൾഡൻ കളർ വരാനുണ്ട്, എന്നാലേ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ. തീ കമ്മിയാക്കി വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല പോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇങ്ങനെ ആവണം. തീ താത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് 1/2 ടീസ്പൂണ്. സാദാ മുളക് പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. എരിവ് അനുസരിച്ച് ഇട്ടോളൂ. കാശ്മീർ മുളക് പൊടി വലിയ ടേബിൾ സ്പൂണിന് ഇടുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ്. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരണം ഇട്ടോളൂ. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് നന്നായി പോകണം. പിന്നെ നമ്മുടെ മുളക് പൊടി അതിൻ്റെയൊക്കെ പച്ച മണം നന്നായി പോയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്, കുറച്ച് വെള്ളം. അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായി വറ്റട്ടെ, അത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഈ ഡ്രൈ ആകുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകാണ്. അത് നമുക്കൊരു ഇത്തിരി ഇട്ട് കൊടുക്കാം. അതായത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് മുട്ട. ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നന്നായിട്ട് ഞാൻ അതങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 4 കീറാണ് ഞാൻ ആക്കണത്. നിങ്ങൾക്ക് കീറ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തീ നല്ല സ്ലോവിൽ വെച്ചതിന് ശേഷം ഇതിനെ ഒന്നിങ്ങനെ കുറച്ച് വകഞ്ഞിങ്ങനെ വെച്ച് നോക്കിക്കോളൂ. ഈ മുട്ടകളിനെ എല്ലാം കൂടെ അതിലേക്ക് അവിടേക്ക് ആക്കുക. ഇങ്ങനെ വെച്ച് ഇതിനെ എല്ലാം ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം. മുട്ടയൊന്ന് മസാല നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ്, ഒന്ന് ഗ്യാസ് ഓഫാക്കി ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചൂട്ടിൽ തന്നെ നല്ല മസാലയൊക്കെ സെറ്റാകും, അതുവരെയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഒന്ന് നോക്കുക. ഒരു 5 മിനിറ്റായി, എന്തായി എന്ന് നോക്കുക. അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ. നമുക്ക് ഏതിൽ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമുക്ക് ഇതിപ്പോൾ ചപ്പാത്തി കൂടെയോ പിന്നെ പൊറോട്ടയിൽ കൂടെയോ നമുക്കിപ്പോൾ ഒന്നും വേണ്ട, ബിരിയാണി തന്നെ നമ്മൾക്ക് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ കഴിക്കാം.
അത്രയും വലിയ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ റെസിപ്പിയിലൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിച്ച് എനിക്ക് അഭിപ്രായങ്ങളൊക്കെ അയയ്ക്കുക. ഇതിനേക്കാളും കിടിലമായിട്ട് അടുത്ത വീഡിയോ വരുന്നവരേക്കും. ബായ്.